ഇതെന്താ പാറു പറഞ്ഞോളൂ കൂട്ടുകാരി എന്താ ഞാനുണ്ട് ഇവിടെ. നീ എന്താ ബാക്കിൽ വരുന്നത്? നീ വേറെ സെക്ഷൻ പോണ്ടേ? ഇത് 150 90 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഗെയിം ആയിരിക്കണം. ഇത് ഞാനാ പറഞ്ഞു. വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനും ഷാമിനും കൂടി നമ്മുടെ പാലക്കാട് ഒരു ലുലു മാളിലാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ഷോപ്പിംഗ് കണ്ടു. നമ്മൾ ഡയറക്റ്റായി പോയത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് സൈഡിൽ റെസ്റ്റ് റൂം ഉണ്ടായിരുന്നു. അവിടെ കയറിയത് കാരണം വരുന്ന വഴിക്ക് ഞാൻ ചെറുതായി വീണുകൊണ്ട് എൻ്റെ കയ്യിലും കാലിലും ഡ്രസ്സിലും കുറച്ച് മണ്ണായിട്ടുണ്ടായിരുന്നു. അതോടെ തുടച്ചെടുത്താണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയത്. പിന്നെ ഇത് ഷോപ്പിംഗ് മാത്രമല്ല ചെറിയൊരു ഗെയിമും എന്നും പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? പറഞ്ഞോളൂ കൂട്ടുകാരി എന്താ ലുലുമാളിൽ എന്താണ് ഇവിടെ? ഞാനും പാറും കൂടെ സൗണ്ട് ഞാനും പാറും കൂടെ പാലക്കാട് ലുലു മാളിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലാണ്. എന്താ പ്ലാൻ എന്ന് വെച്ചാൽ ചെറിയൊരു ഗെയിം കളിക്കാൻ പോകും. എന്താ ഗെയിം എന്ന് വെച്ചാൽ 2 പേരിൻ്റെ 100 രൂപയുണ്ട്. ആ 100 രൂപയ്ക്ക് പാറു എന്തൊക്കെ പർച്ചേസ് ചെയ്യുന്നു, ഞാൻ എന്തൊക്കെ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ടാസ്ക്. ഫുഡ് ഐറ്റം ആണ് കേട്ടോ. ഫുഡ് മാത്രമേ ഉള്ളൂ. ആ എന്ത് കിട്ടണോ? ഓക്കെ, യൂസ്ഫുൾ ആണ്. എല്ലാവരും പിന്നീട് നോക്കും. ഓക്കെ 100 രൂപ ഇല്ലാണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ സാധനങ്ങൾ വാങ്ങിക്കിട്ടാം. അത് ഈ ഗെയിമിൽ കൂടില്ല. ഓക്കെ 100 രൂപേൻ്റെ ഉള്ളിൽ നീ എന്തൊക്കെ വാങ്ങുന്നു, 100 രൂപേൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെ വാങ്ങുന്നു എന്നുള്ളത് മാത്രമാണ് ഗെയിം. നമുക്ക് നോക്കാം. ഓക്കെ, എന്താ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഞാനുണ്ട് ഇവിടെ. ഷാമിനെ നീ വാങ്ങിച്ചാ? ഞാനില്ലേ സലാഡ് മാക്രോണി വാങ്ങിയിട്ടുണ്ട്. അതിന് 37 രൂപയാണ് കേട്ടോ. അപ്പം എൻ്റെ 100 രൂപയിൽ നിന്ന് 37 രൂപ പോയി 60. നീ എന്താ ബാക്കിൽ വരുന്നത്? നീ വേറെ സെക്ഷൻ പോണ്ടേ? വേറെ പോയ നിന്നെ എങ്ങനെയാണ് നേരെ പാറ് ഒന്നുപോലും വാങ്ങിയില്ല. ഞാനെങ്കിലും ഒരു മാക്രോണി സലാഡ് വാങ്ങിയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട സാധനം ഒന്നും വില കമ്മി ഗെയിമിൽ ഞാൻ തന്നെ ജയിക്കുന്നുണ്ട്. ഞാനെനിക്ക് ഫസ്റ്റ് വാങ്ങിക്കുകയും ഞാൻ വാങ്ങി ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇത് 150 90 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ചെറുതുണ്ട് താഴെ. എന്നാൽ രണ്ടാമത്തെ ഐറ്റം അങ്ങനെ വാങ്ങിയിട്ടോ. ചിക്കൻ പ്രിയാസോ സോഫ്റ്റ് റോള് 40 രൂപയിൽ. ഇനി എൻ്റെ കയ്യിൽ 23 രൂപ ബാലൻസ് ഉണ്ട്. പാറ് ഇത്ര നേരം കുറച്ച് വെള്ളരിക്ക മാത്രം വാങ്ങിയിട്ടില്ല, ഒന്നും വാങ്ങിയിട്ടില്ല. എനിക്ക് പറ്റിയ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. 100 രൂപയെക്കാളും കൂട്ടപ്പെട്ടു. ഞാൻ വെള്ളരിക്ക എടുക്കുന്ന ബില്ലാക്കണം കേട്ടോ. പാറു കറങ്ങി തിരിഞ്ഞിട്ട് ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഈ ഭാഗത്ത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് ഫുഡ് ഐറ്റംസിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കിട്ടിയോ പാറു? എത്രയാ? 129 രൂപ. കിവി ഫ്രൂട്ട് കേട്ടോ. സ്ട്രോബെറി ഉണ്ടോ? സ്ട്രോബെറി ഊട്ടി പ്രീമിയം 129 രൂപ. പാറു ഗെയിമിൽ തോറ്റു എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അവളില്ലേ 100 രൂപയ്ക്കുള്ളത് പർച്ചേസ് ചെയ്യില്ല. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്. അപ്പം ഗെയിം ആയിരിക്കണം പാറു. പറഞ്ഞിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. എൻ്റെ ഇനി 23 രൂപയെ ബാക്കിയുള്ളൂ കേട്ടോ. 23 രൂപയിൽ ഞാൻ എന്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കി നടക്കുകയാണ്. എവിടെ നോക്കിയാലും ഗാലക്സി ചോക്ലേറ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്. വാങ്ങി ഞാൻ ഉറപ്പായിട്ട് ഔട്ടാവും. ബദാം വേണോ? ഓക്കെ, 100 രൂപയ്ക്ക് നീ നിനക്ക് വേണ്ടിയത് പർച്ചേസ് ചെയ്യ്. പാറു നീ ഔട്ട് കിട്ടാ, സമ്മതിച്ചോ? ഞാൻ വാങ്ങിച്ചോണ്ടിരിക്കുന്നുണ്ടാ. എത്ര എണ്ണം ഉണ്ട് അതിൽ? 18 എണ്ണം. 18 യമ്മി ട്രീറ്റ്സ്. അറിയോ മാൽക്കിസ്റ്റ്
നല്ല ബിസ്ക്കറ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണത്. ചീസൊക്കെ ആയിട്ട്. ചുമ വരുന്നോ പാറു? അങ്ങനെ ഫ്രണ്ട്സ്, എൻ്റെ ഗെയിം ഞാൻ കംപ്ലീറ്റ് ആക്കി. 100 രൂപയുണ്ട്, 40 രൂപയുണ്ട്, ഇതും പിന്നെ 37 രൂപ, ഇതും 20 രൂപ. ഇത് ഞാനാ പറഞ്ഞത്. ശരി, പക്ഷെ നീ തോറ്റു, ഞാൻ ജയിച്ചു. എനിക്കിനി ഒരു 3 രൂപ ബാലൻസ് ഉണ്ട്. 3 രൂപ ഒരുപാട് ഹൈപ്പർ മാർക്കറ്റിൽ ഒന്നും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ഗെയിമിൽ ഞാൻ ജയിച്ചിരിക്കുകയാണ്. എന്താണ് പാറ ഇത്ര നേരം ഓരോ എടുത്തിട്ടില്ല. ഇവിടെ വന്നിട്ട് മണിക്കൂർ 1 മണിക്കൂറാണ്. ഓക്കെ, ഈ ഫ്രൂട്ടി വെറും 89 രൂപ. ശ്യാമിനിക്കൊരു 8 രൂപ 7 രൂപ 7 രൂപ ബാലൻസ്. 7 രൂപ കൂടി ആയിക്കഴിഞ്ഞാൽ 100 ആവും. ഞാൻ തന്നെ ജയിക്കുമെന്ന് വിചാരിക്കല്ലേ? ഷുവർ. സംഭവം കിട്ടണ്ടേ? നോക്കട്ടെ, ഞാൻ തപ്പട്ടെ. അപ്പോൾ 7 രൂപയുടെ സാധനം കൂടെ തരാൻ പോകണം. പക്ഷെ ഇവിടെ ലൈസും കൂടി ഇല്ല. 20 രൂപ. ഇതല്ലേ ഫ്രണ്ട്സ്, ഗെയിം കഴിഞ്ഞു. ഗെയിമിൽ ഞാൻ തന്നെ ജയിച്ചത്. ഞാൻ 3 സാധനങ്ങൾ വാങ്ങി. 92 രൂപ 80 പൈസ, അതാണ് കണക്ക്. പാറു വന്നിട്ട് 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞാൽ 11 സാധനങ്ങൾ വാങ്ങിയിട്ട് 266 രൂപയാക്കിയിട്ടുണ്ട് ബില്ല്. അപ്പോൾ അവൾ തോറ്റു, ഞാൻ ജയിച്ചു. എൻ്റെ ഐറ്റംസ് കൂടി അവൾ 3 ഐറ്റംസാണ് 100 സംതിങ്. അല്ല, 3 എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 3 ഐറ്റംസ് ആണ് 100 രൂപ വാങ്ങിച്ചത്. ഞാൻ 11 ഐറ്റം വന്നിട്ട് 240 260. പക്ഷെ ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ഓർക്കണം, ഗെയിം എന്തായിരുന്നു ഓർക്കുക. പക്ഷെ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചത് കാണിച്ചില്ലല്ലോ. ഷോ ആ വീട്ടിൽ പോയി കണ്ടിട്ടുള്ളത്. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഏകദേശം ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ഫ്രൂട്ട്സ്, സ്നിക്കേഴ്സ്, അതുപോലെ കഴിക്കുന്ന സാധനങ്ങൾ, പിന്നെ ജ്യൂസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം എന്തൊക്കെയാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു ഷോപ്പിംഗ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. സമയം 8:05 കഴിഞ്ഞു. പോവണ്ടേ? വീട്ടിലേക്ക് പോവണ്ടേ? പോണം. നിനക്ക് വീട്ടിലേക്ക് പോകണമെന്നില്ലേ? നീ വണ്ടി എടുക്കത്തിരിക്കും. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ടാറ്റ ബൈ ബൈ. എത്ര പ്രാവശ്യം ടാറ്റ ബൈ ബൈ പറയൂലേ? മനുഷ്യരെ വണ്ടി എടുക്കും റൈഡർ. ടെൻഷൻ. ഹെൽമെറ്റ് ഇട്ട് മാറും.